ഹായ് ഫ്രണ്ട്സ്, ഈ 5 ടോപ്പിക്കുകളിൽ നിന്ന് ചോദ്യം വന്നാൽ അത് മിസ് ചെയ്യരുത്. ഇന്ന് നമ്മുടെ 50 ഹോട്ട് ടോപ്പിക്സ് ചലഞ്ചിൻ്റെ ഡേ 3 ആണ്. വെറും 15-20 മിനിറ്റിൽ പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 5 ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ചെയ്യാം. വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഡേ 3 ഡൺ എന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഫസ്റ്റ് ഹോട്ട് ടോപ്പിക്കാണ് രക്തത്തിലെ ഘടകങ്ങൾ. അപ്പോൾ രക്തത്തിലെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. രക്തത്തിലെ 4 ഘടകങ്ങളാണ് പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ്, വെളുത്ത രക്തകോശം, ചുവന്ന രക്തകോശം. അപ്പോൾ പ്ലാസ്മയെ പറ്റി നോക്കാം. പ്ലാസ്മ എന്ന് പറയുന്നത് രക്തത്തിലെ ദ്രവഭാഗമാണ്. ഇളം മഞ്ഞ നിറമാണ്. അതുപോലെ തന്നെ ഗ്ലൂക്കോസിനെ കോശങ്ങളിൽ എത്തിക്കുന്നത് ഈ പ്ലാസ്മയാണ്. അപ്പോൾ പ്ലാസ്മ എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. രക്തത്തിലെ ദ്രവഭാഗം, ഇളം മഞ്ഞ നിറം, ഗ്ലൂക്കോസിനെ കോശങ്ങളിൽ എത്തിക്കുന്നു. ഇനി അടുത്തത് പ്ലേറ്റ്ലെറ്റ് ആണ്. പ്ലേറ്റ്ലെറ്റ് രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നു. രക്തം കട്ട പിടിക്കുന്നതിന് പ്ലേറ്റ്ലെറ്റ് ആണ് സഹായിക്കുന്നത്. ഇനി അടുത്തതാണ് വെളുത്ത രക്തകോശം, WBC. ഇതിന് നിശ്ചിത ആകൃതിയില്ല, മർമ്മമുണ്ട്, രോഗാണുക്കളെ നശിപ്പിക്കുന്നു. ഇനി അടുത്തത് ചുവന്ന രക്തകോശം, RBC എന്നറിയപ്പെടുന്നു. ഡിസ്കിൻ്റെ ആകൃതിയാണ്, മർമ്മം കാണപ്പെടുന്നില്ല, ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്ന രക്തകോശമാണ്. പിന്നെ അതേപോലെ തന്നെ ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും വിനിമയം നടക്കുന്നത് ചുവന്ന രക്തകോശത്തിലൂടെയാണ്. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് പോയിൻ്റ്. ഇതിൻ്റെ അടിയിൽ തന്നെ ക്വസ്റ്റ്യനായിട്ട് കൊടുത്തിട്ടുണ്ട്. രക്തത്തിൻ്റെ ദ്രവഭാഗം ഏത്, രക്തകോശങ്ങൾ ഏതൊക്കെ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതിന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി അടുത്തതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ സങ്കര ഇനം വിത്തുകൾ. അപ്പോൾ അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മുളകിൻ്റെ സങ്കര ഇനം വിത്തുകളാണ് ഉജ്ജ്വല, ജ്വാലാമുഖി. പയറിൻ്റെ ഏതൊക്കെയാണ്? ജ്യോതിക, ഭാഗ്യലക്ഷ്മി. നെല്ലിൻ്റെ പവിത്ര, അന്നപൂർണ. തെങ്ങിൻ്റെ ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര. വെണ്ടയുടെ സൽകീർത്തി, കിരൺ എന്നിവയാണ്. ഇത് SCERT ചാപ്റ്ററിലുള്ള തന്നിരിക്കുന്ന ബോക്സാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിരിക്കും. അപ്പോൾ ഇതെന്തായാലും പഠിക്കാം. ഇനി അടുത്തതായിട്ട് ചോദിക്കാൻ പോകുന്ന ഹോട്ട് ടോപ്പിക്കാണ് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ. അപ്പോൾ കേരള കാർഷിക സർവകലാശാല KAU എവിടെയാണ്? അത് മണ്ണൂത്തി, തൃശ്ശൂരിലാണ്. ഇനി അടുത്തത് കേന്ദ്ര കിഴങ്ങു വിള ഗവേഷണ കേന്ദ്രം, അത് ശ്രീകാര്യം, തിരുവനന്തപുരത്താണ്. ഇനി റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് കോട്ടയത്താണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡാണ്. ഇത് SCERTയിൽ കൊടുത്തിട്ടുള്ളതാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക. വേറെയും കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളുണ്ട്. അത് എക്സ്ട്രാ ഉള്ളത് നിങ്ങൾ ഏതെങ്കിലും റാങ്ക് ഫയലിൽ നിന്നോ ഒക്കെ നോക്കി പഠിക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതെങ്കിലും പഠിച്ചു വയ്ക്കുക. ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനുള്ള കാരണം ഇത് SCERTയിൽ കൊടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് ചോദിക്കാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നോട്ട് ചെയ്ത് പഠിക്കാൻ പറഞ്ഞത്. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ഹോട്ട് ടോപ്പിക്കാണ് രോഗങ്ങളും രോഗകാരികളും. അത് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ഇതിലെല്ലാം പഠിക്കണം, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ പറയാം. കുഷ്ഠം, മൈക്രോബാക്ടീരിയം ലെപ്രെ, എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് ഞാൻ പറയുന്നത്. ആന്ത്രാക്സ്, ബാസില്ലസ് ആന്ത്രാസിസ്. അതേപോലെ ന്യൂമോണിയ, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. എലിപ്പനി, ലെപ്റ്റോസ്പൈറ ഇക്ടറോ ഹെമറാൾജിക്ക. പിന്നെ ടൈഫോയിഡ് എപ്പോഴും ചോദിക്കും. സാൽമണല്ല ടൈഫി. ക്ഷയം, മൈക്രോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. പിന്നെ ചോദിച്ചു കണ്ടിട്ടുള്ളത് ടെറ്റനസ് ചോദിക്കാറുണ്ട്, ക്ലോസ്ട്രീഡിയം ടെറ്റനി. വില്ലൻ ചുമയും ചോദിച്ചു കണ്ടിട്ടുണ്ട്, ബോർഡറ്റെല്ല പെർട്ടൂസിസ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കുക, ബാക്കിയുള്ളത് വായിച്ച് നോക്കുക. ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, അപ്പോൾ നമുക്ക് എല്ലാം കൂടി പഠിച്ചു തീർക്കാൻ പറ്റില്ല. എന്നാലും ഈ ചോദിച്ചു കണ്ടിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നോട്ട് ചെയ്തിട്ട് പഠിക്കുക. ഈ പറഞ്ഞ രോഗങ്ങളെല്ലാം ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങളാണെന്നും കൂടി ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. ഈ രോഗങ്ങൾ എന്ന് പറഞ്ഞ ഭാഗത്തു നിന്ന് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് കൊതുക് പരത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അത് കൺഫ്യൂസിങ്ങും കൂടിയാണ്. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്തിട്ട് പഠിക്കുക കേട്ടോ. മന്ത് പരത്തുന്നത് ക്യൂലെക്സ് പെൺകൊതുകുകളാണ്. അതുപോലെ മലമ്പനി പരത്തുന്നത് അനോഫിലസ് പെൺകൊതുകുകളാണ്. ചിക്കൻ ഗുനിയ പരത്തുന്നത് ഈഡിസ് ഈജിപ്റ്റി ആണ്. അപ്പോൾ ഇത് മൂന്നും ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും, അപ്പോൾ ഒന്ന് കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക. വൈറ്റമിൻസും അവയുടെ ശാസ്ത്രീയ നാമങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ ജീവകം B1 തയാമിനാണ്. ജീവകം B2 റൈബോഫ്ലാവിനാണ്. അത് വൈറ്റമിൻ G എന്നും അറിയപ്പെടുന്നുണ്ട്.
ജീവകം B3 നിയാസിനാണ്. ജീവകം B5 പാൻറ്റോത്തനിക് ആസിഡാണ്. ജീവകം B6 പിരിഡോക്സിൻ. B7 ബയോട്ടിൻ അല്ലെങ്കിൽ വൈറ്റമിൻ എച്ച് എന്നും അറിയപ്പെടുന്നുണ്ട്. ജീവകം B9 ഫോളിക് ആസിഡാണ്. ജീവകം B12 സയനോകോബാലമിൻ. അപ്പോൾ ഇത് എന്തായാലും ചോദിക്കും. അപ്പം നോട്ട് ചെയ്തിട്ട് പഠിക്കുക. ശാസ്ത്രീയ നാമങ്ങൾ പഠിച്ചതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് ഈ ജീവകങ്ങളുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗങ്ങൾ. അപ്പോൾ അത് നോക്കിയാലോ. ജീവകം A1ൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്നതാണ് മാലക്കണ്ണ് അല്ലെങ്കിൽ നിശാന്തത. ജീവകം A2ൻ്റെ അപര്യാപ്തത മൂലം സീറോഫ്താൽമിയാണ് ഉണ്ടാകുന്നത്. ഇനി B1ൻ്റെ അപര്യാപ്തത മൂലം ബെറിബെറിയാണ്. B3 പെല്ലഗ്ര. B9 മെഗലോബ്ലാസ്റ്റിക് അനീമിയ. C സ്കർവി. D റിക്കറ്റ്സ് കണ. E വന്ധ്യത. K ഹീമോഫീലിയ. ഇതിൽ വൈറ്റമിൻ C സ്കർവി എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ D റിക്കറ്റ്സ് കണ അതും ചോദിച്ചു കണ്ടിട്ടുണ്ട്. K ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഹീമോഫീലിയ ഇതെല്ലാം ചോദിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് ഒന്നും വിടാതെ തന്നെ പഠിക്കുക. നമ്മളിന്ന് അവസാനമായിട്ട് പറയാൻ പോകുന്നത് മസ്തിഷ്കത്തിനെ പറ്റിയിട്ടാണ്. മസ്തിഷ്കത്തിനെ പറ്റിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതുവരെ PSC ചോദിച്ചിട്ടുള്ള PYQs ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ നോട്ട് ചെയ്ത് പഠിക്കുക. മസ്തിഷ്കം എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക്കാണ്. അപ്പോൾ പറയട്ടെ. സെറിബ്രത്തെ പറ്റിയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഞാൻ പറയാൻ പോകുന്നത്. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഏതാണ്? സെറിബ്രമാണ്. അതുപോലെ തന്നെ ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം ഏത് എന്ന് ചോദിക്കാനുണ്ട്. മസ്തിഷ്കത്തിലെ ഏത് ഭാഗമാണ് ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നത്? അത് സെറിബ്രമാണ്. അതുപോലെ തന്നെ ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. സെറിബ്രം. ഇത് മൂന്നുമാണ് സെറിബ്രത്തെ പറ്റിയിട്ട് കൂടുതലായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ബാക്കി ഉള്ള പോയിൻറ്റ്സ് നിങ്ങളൊന്ന് വായിച്ച് വെക്കുക. ഇനി അടുത്തത് സെറിബെല്ലമാണ്. സെറിബെല്ലത്തിൽ എന്താ പറയുന്നത്? ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്കത്തിലെ ഭാഗമാണ് സെറിബെല്ലം. അതുപോലെ പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലനില പാലിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. അപ്പോൾ ശരീര തുലനില പാലിക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം ഏത്? ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളൊരു PYQ ആണ്. അത് സെറിബെല്ലമാണ്. അപ്പോൾ അത് ഒന്ന് നോട്ട് ചെയ്തിട്ട് പഠിക്കാം. ഇനി അടുത്തത് മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ്. മെഡുല്ല ഒബ്ലാങ്കേറ്റയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. അതുപോലെ തന്നെ ഛർദി, തുമ്മൽ, ചുമ എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗമാണ് മെഡുല്ല ഒബ്ലാങ്കേറ്റ. അതുപോലെ തന്നെ മസ്തിഷ്ക ഭാഗത്തിന് ഏൽക്കുന്ന ക്ഷതം പെട്ടെന്നുള്ള മരണത്തിന് കാരണമാകുന്നു. ഈ ഭാഗത്ത് മെഡുല്ല ഒബ്ലാങ്കേറ്റയ്ക്ക് എന്തെങ്കിലും ക്ഷതം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മരണത്തിന് കാരണമാകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് ചോദിക്കുന്ന ഭാഗമാണ് തലാമസ്. തലാമസിൽ പറയാൻ പറ്റിയ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ഏതാ? റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന ഭാഗം, മനുഷ്യ ശരീരത്തിൽ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന ഭാഗമാണ് തലാമസ്. അതുപോലെ തന്നെ നിദ്രാവേളയെ സെറിബ്രത്തിലേക്കുള്ള അവയവങ്ങളെ തടയുകയും വേദനാസംഹാരികൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മസ്തിഷ്ക ഭാഗമാണ് തലാമസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ് എവിടെയാണ് കാണുന്നത്? തലാമസിന് തൊട്ട് താഴെ കാണുന്ന ഭാഗമാണ് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് ആന്തര സമസ്ഥിതി പാലനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഭാഗമാണ് ഹൈപ്പോതലാമസ്. അതേപോലെ ശരീരത്തിൻ്റെ ഊഷ്മാവ് നിയന്ത്രിക്കുന്നതും ഹൈപ്പോതലാമസ് ആണ്. അതുപോലെ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ്, വിശപ്പ്, ദാഹം, ലൈംഗിക ആസക്തി എന്നിവയെ നിയന്ത്രിക്കുന്ന ഭാഗവും ഹൈപ്പോതലാമസ് ആണ്. അപ്പോൾ ഇതിലെ എല്ലാ പോയിൻറ്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലും ഞാൻ എടുത്തു പറഞ്ഞിട്ടുള്ള പോയിൻറ്റ്സ് ഒന്നുകൂടി നോട്ട് ചെയ്തിട്ട് പഠിക്കുക. ബാക്കിയുള്ളത് നിങ്ങൾ വായിച്ചിട്ടെങ്കിലും നോക്കുക. ഇതിൽ നിന്ന് എന്തായാലും ഷുവറായിട്ടും ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. അപ്പോൾ ഇത്രയാണ് ബയോളജിയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഹോട്ട് ടോപ്പിക്സാണ്. ഇത്രയെങ്കിലും പഠിച്ചിട്ട് പോവുക. അപ്പോൾ അടുത്ത ക്ലാസ്സുമായി വരുമ്പോഴേക്കും ബൈ.